24 ഇലക്ഷനിലേക്ക് വിശദമായി. പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 6 സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാരെ മാറ്റാൻ ഉത്തരവിട്ടു. പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിശ്വസ്തനായ DGP രാജീവ് കുമാറിനെയും മാറ്റി. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ആർ.കെ., പ്രധാനമായും ഏത് തരത്തിലുള്ള ഇടപെടലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? അതിൽ ബംഗാളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം നടത്തിയിരിക്കുന്നു. മറ്റേതൊക്കെ സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറിമാരെ മാറ്റണമെന്നതാണ് നിർദ്ദേശം? ഈ ബംഗാളിലെ സ്ഥിതി എന്താണ് എന്നുള്ളത് അനുജയ്ക്ക് അറിയാവുന്നതാണ്. അവിടുത്തെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അക്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് വലിയ വീഴ്ച പോലീസിന്റെ മേൽ ആരോപിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി വന്നപ്പോൾ രാജീവ് കുമാറിനെതിരെ നടപടി ഉണ്ടാവുകയായിരുന്നു. അദ്ദേഹത്തിന്റെ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥനായിരിക്കും ഇനി DGPയുടെ ചുമതല വഹിക്കുക എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ ഉള്ള ഉത്തരവും ബംഗാൾ സർക്കാരിന് നൽകിയിട്ടുണ്ട്. അതുപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഈ ഏറ്റവും പ്രധാനമെന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അവിടെ നിന്ന് വന്നിട്ടുള്ള ആ റിപ്പോർട്ട് അനുസരിച്ച് പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അതിശക്തമായിട്ടുള്ള ഇടപെടൽ അനിവാര്യമാണ് എന്നുള്ളതാണ്. അതിന് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ മറ്റ് 6 സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാരെ മാറ്റാനായിട്ടുള്ള തീരുമാനവും ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട്. അത് ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാരെ മാറ്റാനായിട്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിലും സമാനമായിട്ടുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നൽകുന്ന സൂചന. ഈ പണവുമായി ബന്ധപ്പെട്ടിട്ട്, കള്ളപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ നേരിടുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്. അവർക്കെതിരെയുള്ള നടപടിയും ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഉണ്ടാകും. അനുജ, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ അത് വിവിധ സംസ്ഥാനങ്ങളിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ വിവരങ്ങളാണ് ആർ രാധാകൃഷ്ണൻ നൽകിയത്. കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് മുതൽ 3 ദിവസം യോഗം ചേരും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ പൂർത്തിയാക്കാൻ ആണ് നീക്കം. പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപം നൽകാൻ കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ യോഗം നാളെയാണ്. BJP 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. പൊതു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തിരക്കിട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് മുന്നണികൾ. ഇന്നു മുതൽ 3 ദിവസം നീളുന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം അവശേഷിക്കുന്ന സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. എത്രയും വേഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രചാരണം ശക്തിപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുന്നതിൽ സോണിയാഗാന്ധി അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് വിവരം. രാഹുലും പ്രിയങ്കയും മത്സരിക്കണമെന്നാണ് ഉത്തർപ്രദേശ് ഘടകത്തിന്റെ ആവശ്യം. പ്രധാനപ്പെട്ട 5 വാഗ്ദാനങ്ങളുമായി കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഉടൻ പുറത്തിറക്കും. പ്രകടന പത്രികയ്ക്ക് അംഗീകാരം നൽകാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം നാളെ ചേരും. BJPയുടെ 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയേക്കും എന്നാണ് വിവരം. റീത്ത ബഹുഗുണ ജോഷി, വരുൺ ഗാന്ധി, മനേക ഗാന്ധി, ജനറൽ VK സിംഗ്, ബ്രിജ്ഭൂഷൺ ചരൺ സിംഗ് എന്നിവർക്ക് ഇത്തവണ സീറ്റ് ലഭിക്കില്ലെന്നും സൂചനകളുണ്ട്. 267 സ്ഥാനാർത്ഥികളെയാണ് BJP ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 24 ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിലെത്തും. വൈകിട്ട് 5:45 കോയമ്പത്തൂരിൽ റാലിയിൽ പങ്കെടുക്കും. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് മേഖലയിൽ ഒരുക്കിയിട്ടുള്ളത്. തെലങ്കാനയിൽ ഇന്ന് നടത്തിയ BJP പൊതുയോഗത്തിൽ ഇന്ത്യ സഖ്യത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത്. തെലങ്കാനയിലെ ജഗ്ത്യാലിയിലായിരുന്നു ആദ്യ റോഡ് ഷോയും പൊതുസമ്മേളനവും. ശക്തിക്കെതിരായ പോരാട്ടമാണ് ഇന്ത്യ സഖ്യം നടത്തുന്നതെന്നും എല്ലാ സ്ത്രീകളെയും ശക്തി സ്വരൂപത്തിൽ കണ്ട് ആരാധിക്കുന്നവനാണ് താനെന്നും പ്രധാനമന്ത്രി തെലങ്കാനയിൽ പറഞ്ഞു. കോയമ്പത്തൂരിൽ മേട്ടുപ്പാളയം റോഡ് മുതൽ RS പുരം വരെയുള്ള 4 കിലോമീറ്ററാണ് ഇന്ന് വൈകിട്ട് റോഡ് ഷോ. ഉച്ചയ്ക്ക് 12 മണി മുതൽ ഈ റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. 5000-ത്തിലധികം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. റാലിക്ക് ആദ്യം പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു. BJPയുടെ ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതിയാണ് റാലിക്ക് അനുമതി നൽകിയത്. 24 ചെന്നൈ. കർണാടക BJPയിൽ പ്രതിസന്ധി രൂക്ഷം. മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന സദാനന്ദ ഗൌഡയും BJP വിട്ടേക്കുമെന്നാണ് സൂചന. കോൺഗ്രസുമായി സദാനന്ദ ഗൌഡ ചർച്ച നടത്തി. തെലങ്കാന, പുതുച്ചേരി ഗവർണറായ ഡോക്ടർ തമിഴിസൈ സൗന്ദരരാജൻ സ്ഥാനം രാജിവെച്ചു. തമിഴ്നാട്ടിൽ നിന്ന് ജനവിധി തേടുമെന്നാണ് റിപ്പോർട്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാർ, മുൻ ഉപമുഖ്യമന്ത്രി KS ഈശ്വരപ്പ എന്നിവരാണ് ആദ്യം വാളെടുത്തത്. ഇതിനിടെയാണ് മുൻ മുഖ്യമന്ത്രി സദാനന്ദ ഗൌഡയും പാർട്ടി വിടാൻ ഒരുങ്ങുന്നത്. ഗൌഡയുടെ സിറ്റിംഗ് മണ്ഡലമായ ബംഗളൂരു നോർത്തിൽ
കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജയ്ക്കാണ് BJP ടിക്കറ്റ് നൽകിയത്. ഇതോടെയാണ് സദാനന്ദ ഗൌഡ നേതൃത്വവുമായി ഇടഞ്ഞത്. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായി ഗൌഡ ചർച്ചകൾ നടത്തി. മൈസൂർ സീറ്റിൽ കോൺഗ്രസ് ടിക്കറ്റിൽ സദാനന്ദ ഗൌഡ മത്സരിക്കുമെന്നാണ് സൂചന. അതിനിടെ പുതുച്ചേരി തെലങ്കാന ഗവർണറായ തമിഴിസൈ സൗന്ദരരാജൻ സ്ഥാനം രാജിവെച്ച് സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. രാജിക്കത്ത് രാഷ്ട്രപതിക്ക് സമർപ്പിച്ചു. തമിഴ്നാട്ടിൽ നിന്നും ജനവിധി തേടുമെന്നാണ് സൂചന. പുതുച്ചേരി, തിരുനെൽവേലി സൗത്ത്, ചെന്നൈ മണ്ഡലങ്ങളാണ് തമിഴിസയ്ക്കായി പരിഗണിക്കുന്നത്. 24 ബംഗളൂരു. അതിനിടെ തമിഴ്നാട്ടിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ധാരണയായി. പുതുച്ചേരിയിലും തമിഴ്നാട്ടിലെ 9 മണ്ഡലങ്ങളിലും കോൺഗ്രസ് മത്സരിക്കും. കോൺഗ്രസ് മത്സരിച്ചിരുന്ന തിരുച്ചിറപ്പള്ളി, ആരണി, തേനി മണ്ഡലങ്ങൾ DMK ഏറ്റെടുത്തു. തിരുച്ചിറപ്പള്ളിയിൽ MDMK മത്സരിക്കും. മനേഷ് മൂർത്തി വിവരങ്ങളുമായി. മനേഷ്, ഏത് തരത്തിലേക്കുള്ള സീറ്റ് ധാരണയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നത് DMK കോൺഗ്രസ് സഖ്യങ്ങൾ തമ്മിൽ? അനുജ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്ന അതുപോലെ തന്നെ, അതായത് 9 മണ്ഡലങ്ങൾ തമിഴ്നാട്ടിൽ, 1 മണ്ഡലം പുതുച്ചേരി. കഴിഞ്ഞ തവണയും കോൺഗ്രസ് ആ രീതിയിൽ തന്നെയാണ് മത്സരിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ 3 മണ്ഡലങ്ങളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അത് നിലവിൽ അവർ മത്സരിക്കുന്ന പുതിയ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്: തിരുവള്ളൂർ, മയിലാടുതുറൈ, കടലൂർ, ശിവഗംഗ, തിരുനെൽവേലി, കൃഷ്ണഗിരി, കരൂർ, വിരുദുനഗർ, കന്യാകുമാരി എന്നീ മണ്ഡലങ്ങളിലാണ് തമിഴ്നാട്ടിൽ മത്സരിക്കുക. പുതുച്ചേരിയിലും കോൺഗ്രസ് മത്സരിക്കും. കോൺഗ്രസ് മത്സരിച്ചിരുന്ന തിരുച്ചിറപ്പള്ളി, ആരണി, തേനി എന്നീ മണ്ഡലങ്ങൾ DMK ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അത് തേനി കഴിഞ്ഞ തവണ തോറ്റ മണ്ഡലമാണ്. DMKക്ക് ലഭിച്ച ഏക സീറ്റ് തേനിയായിരുന്നു. തേനിയിൽ കോൺഗ്രസ് തോറ്റ മണ്ഡലമാണ്. ആ മണ്ഡലം DMK ഏറ്റെടുക്കുന്നു. തിരുച്ചിറപ്പള്ളിയും ആരണിയും DMK ഏറ്റെടുക്കുന്നു. അത് തിരുച്ചിറപ്പള്ളി DMK ഏറ്റെടുത്തത് MDMAക്ക് നൽകാൻ വേണ്ടിയാണ്. അതായത് വൈക്കോയുടെ MDMA നൽകാൻ വേണ്ടിയായിരുന്നു. MDMA നേരത്തെ മത്സരിച്ചിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ MDMK കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത് ഈറോഡ് മണ്ഡലമായിരുന്നു. ഈറോഡ് മണ്ഡലം DMK മത്സരിക്കും. പകരം ഈ തിരുച്ചിറപ്പള്ളി മണ്ഡലം MDMKക്ക് നൽകുകയും ചെയ്യും. ആ രീതിയിലാണ് എന്തായാലും സീറ്റ് ധാരണ ഉണ്ടായിരിക്കുന്നത്. പകരമായി, അതായത് എടുത്ത 3 സീറ്റുകൾക്ക് പകരമായി മയിലാടുതുറൈ, കടലൂർ, അതുപോലെ തന്നെ തിരുനെൽവേലി മണ്ഡലങ്ങളാണ് എന്തായാലും ഇപ്പോൾ കോൺഗ്രസിന് നൽകുകയും ചെയ്തിട്ടുള്ളത്. വളരെ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല 21 മണ്ഡലങ്ങളിലേക്കാണ് ഇനിയിപ്പോൾ DMK മത്സരിക്കുക. സീറ്റ് വിഭജനം നേരത്തെ തന്നെ പൂർത്തീകരിച്ചതാണ്. DMKയുടെ സ്ഥാനാർത്ഥി പട്ടിക വരേണ്ടതുണ്ട്, കോൺഗ്രസിൻ്റേത് വരേണ്ടതുണ്ട്. മാത്രമല്ല CPIയുടെ സ്ഥാനാർത്ഥി പട്ടികയുമാണ് ഇനിയിപ്പോൾ DMK സഖ്യത്തിൽ നിന്നും വരാനുള്ളത്. അനുജ, തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് സീറ്റ് ധാരണയായിരിക്കുന്നു. പ്രശ്നങ്ങളൊന്നുമില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് തൃശ്ശൂരിൽ. അതിലേക്ക് തത്സമയം. ഞങ്ങളുടെ ഗവൺമെൻറ്റിന് എല്ലാ പ്രകാരത്തിലും BJP ഗവൺമെൻറ് സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചു പോകും. വേറെ വാക്കൊന്നുമില്ല. ഇറ്റ് വാസ് എ ഫിനാൻഷ്യൽ എംബാർഗോ. ആ എംബാർഗോയ്ക്ക് മുമ്പിൽ ഞങ്ങൾ മുട്ടുകുത്തിയില്ല. ഞങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. കടുത്ത നിരക്ക് ഇപ്പോഴുമുണ്ട്. ഞങ്ങൾ നീതിക്ക് വേണ്ടി സുപ്രീം കോടതിയുടെ വാദത്തിൽ ചെന്ന് മുട്ടി. സുപ്രീം കോടതി ഞങ്ങളുടെ വാദത്തിൻ്റെ ഒരു ഭാഗം കേട്ടു. ഒരു ഭാഗം പണം കിട്ടി ഞങ്ങൾക്ക്. പക്ഷെ അതുകൊണ്ടായില്ല. കേരളം കടന്നു പോകുന്ന സാമ്പത്തിക പ്രശ്നത്തിൻ്റെ ഈ ഭാരമേറിയ അവസ്ഥ മറികടക്കണമെങ്കിൽ ഞങ്ങൾക്കിനിയും കടം മേടിക്കാനുള്ള അവകാശം വേണം. അവകാശമാണ്, ഔദാര്യമല്ല. അവിടെയും BJP ഗവൺമെൻറ് പറയുന്നു, ഔദാര്യം പോലെ പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ 5000 കടം മേടിക്കാം. പക്ഷേ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥ പാവങ്ങൾക്ക് അനുകൂലമായ ക്ഷേമകാര്യങ്ങൾക്കായി ഒറ്റ ചില്ലക്കാശ് മാറ്റി വയ്ക്കാൻ പാടില്ല. ഞങ്ങൾ അല്ലാതായി മാറണം പോലും. ഞങ്ങൾ പാവങ്ങളെ മറക്കണം പോലും. കൃഷിക്കാരെ മറക്കണം പോലും. പെൻഷൻ കൊടുക്കാൻ പാടില്ല പോലും. ഞങ്ങൾ പറഞ്ഞു ആ വ്യവസ്ഥ സ്വീകരിക്കാനാകാത്ത വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് ഞങ്ങൾക്ക് ആ പണം വേണ്ട എന്ന് പറയാനുമുള്ള പക്ഷപാതിത്വമുണ്ട് LDF ഗവൺമെൻറ്. ആ പ്രയാസങ്ങളെല്ലാം ഉള്ളപ്പോഴും വരുന്ന ദിവസങ്ങളിൽ LDF ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റിൻ്റെ പക്ഷപാതിത്വം വിളംബരം ചെയ്തുകൊണ്ട് പാവങ്ങൾക്കുള്ള പെൻഷൻ കൊടുക്കും. ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കാണുന്ന പൊതുവിതരണ ശൃംഖലയെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ശക്തിപ്പെടുത്തും മാവേലി സ്റ്റോറുകൾ. മാവേലി സ്റ്റോറുകളുടെ റാക്കുകൾ ഇപ്പോൾ ശൂന്യമാണ്. ഞങ്ങൾക്കതറിയാം. അവിടെ ലോറച്ച് വിൽക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾ എത്രയും വേഗം എത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളോട്
സംസാരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കടക്കം രൂക്ഷ വിമർശനമാണ് ബിനോയ് വിശ്വം ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രമുഖരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള മുന്നണികളുടെ ശ്രമത്തിനിടെ തൃശൂരിൽ വിവാദം. സുരേഷ് ഗോപിക്ക് വേണ്ടി കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് എന്ന് മകൻ രഘു വെളിപ്പെടുത്തി. ഇലക്ഷൻ കമ്മീഷൻ അംബാസഡറായ ടൊവിനോയുടെ ചിത്രം വെച്ചുള്ള ഡിജിറ്റൽ പോസ്റ്റർ താരത്തിന്റെ അതൃപ്തിയെ തുടർന്ന് VS സുനിൽകുമാറിന് പിൻവലിക്കേണ്ടി വന്നു. വിശദീകരണവുമായി സ്ഥാനാർത്ഥികൾ രംഗത്തെത്തി. പൗരപ്രമുഖരെ ഒപ്പം നിർത്താൻ സ്ഥാനാർത്ഥികളുടെ നെട്ടോട്ടം. ഇതിനിടയിലാണ് തൃശൂരിൽ 2 ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചർച്ചയായത്. സുരേഷ് ഗോപിക്ക് വേണ്ടി രംഗത്തിറങ്ങാൻ അടുത്ത ബന്ധമുള്ള ഡോക്ടർ കലാമണ്ഡലം ഗോപിയെ നിർബന്ധിച്ചെന്നും പത്മഭൂഷണൊക്കെ വേണ്ടേ എന്നായിരുന്നു പ്രലോഭനമെന്നും മകൻ രഘു ഫേസ്ബുക്കിൽ കുറിച്ചു. ആ ഗോപിയല്ല ഈ ഗോപിയെന്നും BJPക്കാരും കോൺഗ്രസുകാരും വോട്ട് ചോദിച്ചു വരേണ്ടതില്ലെന്നുമുള്ള കുറിപ്പ് ചർച്ചയായതോടെ രഘു പിൻവലിച്ചു. പ്രചാരണത്തിന്റെ ഭാഗമായി ആരെയൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നും പാർട്ടി പറഞ്ഞാൽ ഗോപിയാശാനെ കാണുമെന്നും സുരേഷ് ഗോപി. എപ്പോൾ കണ്ടാലും ഒരു ഗുരുവിനെ കണ്ട് വണങ്ങുന്നത് പോലെ, തൊട്ട് വണങ്ങുന്നത് പോലെ വണങ്ങിയിട്ടുണ്ട്. ഇനിയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇപ്പോഴും ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സാണോ, അദ്ദേഹം അറിയിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനത് അന്വേഷിക്കില്ല. കഴിഞ്ഞ ദിവസം ഷൂട്ടിംഗ് സെറ്റിലെത്തി ടൊവിനോ തോമസിനെ കണ്ട ശേഷമാണ് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഇലക്ഷൻ കമ്മീഷന്റെ അംബാസിഡറായ തന്റെ ചിത്രം പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന് താരം അറിയിച്ചതോടെ പോസ്റ്റ് പിൻവലിച്ചു. തെരഞ്ഞെടുപ്പ് ചിഹ്നം ചിത്രത്തിൽ ഉൾപ്പെടുത്തിയതാണ് വിയോജിപ്പിന് കാരണമായതെന്ന് സുനിൽകുമാറിന്റെ വിശദീകരണം. ഫോട്ടോ നമ്മുടെ ആളുകളുടെ എടുത്തിട്ടപ്പോൾ ചിഹ്നടക്കമുള്ള ഫോട്ടോ ഇട്ടു, ഒരു പ്രചരണ ഫോട്ടോ പോലെ ഇട്ടു. അപ്പം ഞാനും ടോവിനും കൂടി ഒന്നിച്ചുള്ള ഫോട്ടോ ഇടുന്നതിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് അയാൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസിഡറാണെന്ന് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അപ്പം തന്നെ അത് നമ്മുടെ ആളുകളോട് നിർദ്ദേശം കൊടുത്തു, ഇടുന്നു പറഞ്ഞു. അത് പിൻവലിക്കുകയും ചെയ്തു. അതിൽ പ്രശ്നങ്ങളില്ല. ഇപ്പോൾ സുരേഷ് ഗോപിയെ വിമർശിച്ച CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അല്ല, അവരൊക്കെ ശ്രമിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഓരോ വിഭാഗവും ഓരോരുത്തരെയും കണ്ട് അവരുടെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമം നടത്തിയാൽ ആ ശ്രമത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണല്ലോ പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. അത് കേരളത്തിൽ അത്രത്തോളം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഗോപിയാശൻ്റെ മകൻ്റെ പോസ്റ്ററിലൂടെ മനസ്സിലാകുന്നത്. VS സുനിൽകുമാർ ടൊവിനോയുടെ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിനെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. 24 തൃശൂർ. ഇനി 24 ഇലക്ഷൻ പോകുന്ന ഒരു ചരിത്രത്തിലേക്കാണ്. കേരള നിയമസഭയിൽ ഒരു MLA ആദ്യമായി സമരം നടത്തിയത് 1964-ലാണ്. ഒരു സ്ത്രീയുമായി ഔദ്യോഗിക വാഹനത്തിൽ യാത്ര ചെയ്ത ആഭ്യന്തരമന്ത്രി PT ചാക്കോ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. കോൺഗ്രസിന്റെ സുശക്തനായ നേതാവ് PT ചാക്കോയ്ക്കെതിരെ കോൺഗ്രസിന്റെ തന്നെ മാടായി MLA ആയ P ഗോപാലനാണ് ആ സമരം നടത്തിയത്. പിന്നാലെ ആഭ്യന്തരമന്ത്രി PT ചാക്കോയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. കാണാം കേരള രാഷ്ട്രീയത്തിലെ വേരുകൾ. എങ്ങനെയായിരുന്നു പീച്ചിയിലേക്കുള്ള യാത്ര? ഔദ്യോഗിക വാഹനത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ആഭ്യന്തര നിയമ റവന്യൂ മന്ത്രി PT ചാക്കോ ഡ്രൈവിംഗ് സീറ്റിൽ, ഒപ്പം ഗൺമാനും. ഡ്രൈവിംഗ് ഹരമായിരുന്ന PT ചാക്കോ ഡ്രൈവറെ ഒഴിവാക്കി. ആലുവയിൽ എന്ത് സംഭവിച്ചു? ആലുവയിൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചു. യാത്ര പുറപ്പെടുമ്പോൾ ബസ് സ്റ്റോപ്പിൽ കോൺഗ്രസിന്റെ വനിതാ നേതാവ് നിൽക്കുന്നു. PT ചാക്കോ വണ്ടി നിർത്തി ക്ഷണിച്ചു. അതിവേഗത്തിൽ വന്ന കാർ മന്ത്രി ഓടിച്ച വാഹനത്തിലിടിച്ചു. പരുക്കേറ്റ കാർ ഡ്രൈവറെ മന്ത്രി തന്നെ ആശുപത്രിയിലെത്തിച്ചു. വനിതാ നേതാവ് അവിടെ നിന്ന് അടുത്ത ബസ്സിൽ സ്വന്തം നാടായ തൃശൂർക്ക് പോയി. വിവാദം എന്തിന്? മന്ത്രി പീച്ചിയിൽ താമസിക്കുമ്പോൾ തൃശൂരിലെ അന്തിപത്രത്തിൽ വാർത്ത വന്നു. ആഭ്യന്തരമന്ത്രി ഒരു യുവതിയുമായി പോയ വാഹനമിടിച്ചു. യുവതിയെ മന്ത്രി ഒളിപ്പിച്ചു എന്നായിരുന്നു വാർത്ത. ആരായിരുന്നു യുവതി? അത് KPCC അംഗം പത്മ S മേനോനായിരുന്നുവെന്ന് R ബാലകൃഷ്ണപിള്ള ആത്മകഥയിൽ എഴുതുന്നു. ആലുവയിൽ മണ്ഡലയോഗത്തിൽ പ്രസംഗിച്ച ശേഷം തൃശൂരിലെ സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്നു പത്മ S മേനോൻ. എന്തിന് മന്ത്രി രാജിവെച്ചു? കോൺഗ്രസ് നേതാവ് തന്നെയായ മാടായി MLA P ഗോപാലൻ തന്നെ സഭയ്ക്ക് മുന്നിൽ നിരാഹാരം തുടങ്ങി. AICC നേതൃത്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടെന്ന് മുഖ്യമന്ത്രി R ശങ്കർ അറിയിച്ചു. PT ചാക്കോ അപ്പോൾ തന്നെ ഡൽഹിക്ക് പോയി. മടങ്ങി കൊച്ചിയിൽ വന്ന് വാർത്താസമ്മേളനം. മുഖ്യമന്ത്രി R ശങ്കർ കള്ളം പറഞ്ഞെന്നും സംഭവം കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുമായിരുന്നു വെളിപ്പെടുത്തൽ. തൊട്ടുപിന്നാലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം. ആഭ്യന്തരമന്ത്രിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു, രാജിവെക്കണം. ഇതോടെ PT ചാക്കോ രാജിവെച്ചു. പിന്നെ PT ചാക്കോയ്ക്ക് എന്ത് സംഭവിച്ചു? മന്ത്രിസ്ഥാനം പോയതിനു പിന്നാലെ KPCC അധ്യക്ഷ തെരഞ്ഞെടുപ്പ്. അതിൽ PT ചാക്കോ KP മാധവൻ നായരോട് തോറ്റു. പിന്നാലെ വക്കീൽ ജോലി പുനരാരംഭിച്ച ചാക്കോ കോഴിക്കോട് ഒരു കേസിനുള്ള യാത്രയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. അന്ന്
പീച്ചിയിലേക്ക് പോയ അതേ വഴിയിലായിരുന്നു യാത്ര. അതായത് അദ്ദേഹത്തിൻ്റെ കാറിൽ പുരുഷവേഷം ധരിച്ച ഒരു സ്ത്രീയുമായിട്ട് അദ്ദേഹം യാത്ര ചെയ്തു. ലൂർദ് പള്ളിക്ക് സമീപം വെച്ച് ആ കാറ് ഏതോ ഉന്തുവണ്ടിയിലോ മറ്റേതോ ഒരു വാഹനത്തിൽ തട്ടുന്നു. അതിനുശേഷം ആ പ്രശ്നത്തിൻ്റെ പേരിൽ വണ്ടി അവിടെ ആളുകൾ കൂടുന്നു, വണ്ടി തടയുന്നു. പിന്നീട് ഈ പുരുഷവേഷം ധരിച്ച സ്ത്രീ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നു. അവരാരാണെന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ ആ കാലത്ത് അതൊരു വലിയ രാഷ്ട്രീയ, ഒരുപക്ഷെ കേരള ചരിത്രത്തിലെ ആദ്യത്തെ സ്കാൻഡൽ, അതായത് ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായ ഏറ്റവും ആദ്യത്തേതും എന്നാൽ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു സ്കാൻഡൽ എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. ഒരുപക്ഷെ ഏറ്റവും കരുത്തനായ PT ചക്കയുടെ രാഷ്ട്രീയ ജീവിതത്തിന് അന്ത്യം സൃഷ്ടിച്ച, ഒരുപക്ഷെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെടാൻ കാരണമായ, കേരള രാഷ്ട്രീയം മാറ്റിമറിച്ച സംഭവം ഞാൻ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. രാഷ്ട്രീയത്തിൽ എന്തു ചലനമുണ്ടായി? PT ചാക്കോയെ പിന്തുണച്ചിരുന്നവർ R ശങ്കറിന് പിന്തുണ പിൻവലിച്ചു. KM ജോർജിന്റെയും R ബാലകൃഷ്ണപിള്ളയുടെയും നേതൃത്വത്തിൽ അവർ റാലിയായി കോട്ടയത്തെത്തി കേരള കോൺഗ്രസ് രൂപീകരിച്ചു. ക്രൈസ്തവ സഭയും മന്നത്ത് പത്മനാഭനും പിന്തുണച്ചത് പുതിയ കേരള കോൺഗ്രസിനെ ആയിരുന്നു. ഇലക്ഷൻ ഡെസ്ക് 24. BJP ബന്ധത്തിന്റെ പേരിൽ LDF UDF വാക്പോര് തുടരുകയാണ്. BJPയെ പുകഴ്ത്തി പറയാൻ EP ജയരാജനെ ചുമതലപ്പെടുത്തിയത് മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. BJP ജയിച്ചാൽ സന്തോഷിക്കുന്ന പാർട്ടിയായി CPIM മാറിയെന്ന് രമേശ് ചെന്നിത്തലയും കുറ്റപ്പെടുത്തി. കാസർഗോഡ് UDF BJPയുമായി ഒത്തുകളിക്കുകയാണെന്ന് CPIM ആരോപിച്ചു. സർവം ഒത്തുകളിയെന്ന് പരസ്പരമുള്ള ആരോപണം. BJP സ്ഥാനാർത്ഥികൾ മികച്ചവരെന്ന് EP പറഞ്ഞത് ആവർത്തിച്ചുന്നയിക്കുകയാണ് കോൺഗ്രസ്. കേരളത്തിൽ മാത്രമുള്ള CPIM BJPയെ താഴെയിറക്കുന്നത് എങ്ങനെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ പരിഹാസം. വിരൽ എണ്ണിക്കാവുന്ന സ്ഥലത്തല്ലേ മത്സരിക്കുന്നുള്ളൂ. ബംഗാളിലൊക്കെ മത്സരിച്ചിട്ട് വല്ല കാര്യമുണ്ട്. 4ാമത്തെ 5ാമത്തെ സ്ഥാനത്താണ് മത്സരിച്ചിട്ട്. ആകെ എത്ര സ്ഥലത്തും മത്സരിക്കുന്നുണ്ട്. അത് ഇവരെയാണോ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ പോകുന്നത്? ചുമ്മാ വെറുതെ പറയാം. EPയുടെ പ്രസ്താവനയിലൂടെ CPIMന്റെ ഉദ്ദേശം വ്യക്തമായെന്ന് രമേശ് ചെന്നിത്തല. LDF കൺവീനർ EP ജയരാജന്റെ പ്രസ്താവന ലാഘവത്തോടെ കാണാൻ കഴിയില്ല. മുഖ്യമന്ത്രി ഇതുവരെ അതിനെപ്പറ്റി തള്ളി പറഞ്ഞിട്ടില്ല. പാർട്ടി സെക്രട്ടറി തള്ളി പറഞ്ഞിട്ടില്ല. വടകരയിൽ CPIM BJP പരസ്യധാരണയെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ആരോപിച്ചു. മോദിയെ വിമർശിക്കാൻ പിണറായി വിജയന് പേടിയാണെന്ന് KC വേണുഗോപാൽ. പിണറായി ഒരു വരി മോഡിയെക്കുറിച്ച് മിണ്ടുന്നുണ്ട്. ഞാൻ കേട്ടു ഞാൻ ഇവിടെ വന്ന് മുഴുവൻ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയുകയാണെന്ന്. എന്താ മോഡിക്കെതിരെ പറയാത്തത്? ആ പറയാൻ ധൈര്യം കാണിക്കുന്ന ആരാണ് ഇന്ത്യയിലെ രാഹുൽ ഗാന്ധി? കാസർഗോഡ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ BJPയുമായി നീക്കുപോക്കിന് ശ്രമിക്കുകയാണെന്ന് CPIM ആക്ടിംഗ് ജില്ലാ സെക്രട്ടറിയും MLAയുമായ CH കുഞ്ഞമ്പു ആരോപിച്ചു. ചെറിയ തോതിലൊന്നും അഡ്ജസ്റ്റ്മെന്റ് ആയാലും ഒരു കാര്യമൊന്നുമില്ല. അല്ലാതെ ഉണ്ണിത്താനും ജയിപ്പിക്കാൻ വേണ്ടി BJP വല്ലാണ്ട് വേർക്കുമോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലത്ത്. BJPയുടെ ജനവിരുദ്ധ നയങ്ങളെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വെള്ളപൂശുന്നുവെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ആദ്യ റോഡ് ഷോ നാളെ. പാലക്കാട് 5 വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. കനത്ത സുരക്ഷയിലാണ് പാലക്കാട് നഗരം. DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ജില്ലയിൽ ഏർപ്പെടുത്തുന്നത്. റോഡ് ഷോ കടന്നുപോകുന്ന ഇടങ്ങളിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. പ്രധാനമന്ത്രി പ്രചരണത്തിനെത്തുമ്പോൾ അയൽമണ്ഡലമായ ആലത്തൂരിൽ സ്ഥാനാർത്ഥിയില്ലാത്തത് തിരിച്ചടിയാണെന്ന വാദം പാലക്കാട്ട് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ തള്ളി. പാലക്കാടിനെ സംബന്ധിച്ചോളം പാലക്കാട് BJPയുടെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലുള്ള ഒരു മണ്ഡലമാണ്. BJP ആദ്യമായിട്ട് ഒരു നഗരസഭ ഭരിച്ചത് പാലക്കാടാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ സാറ് വളരെ നേരിയ ഭൂരിപക്ഷത്തിനാണ് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ പരാജയപ്പെട്ടത്. എന്തുകൊണ്ടും BJPയെ സംബന്ധിച്ചോളം പാലക്കാട് വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ്. അതുപോലെ തന്നെ ലോക്സഭാ മണ്ഡലമാണ്. BJP പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിലൊന്നായ പാലക്കാട് വരും ദിവസങ്ങളിൽ കൂടുതൽ ദേശീയ നേതാക്കൾ പ്രചരണത്തിനെത്തുമെന്നാണ് സൂചന. 24 പാലക്കാട്. 24 ഇലക്ഷൻ അവസാനിക്കുന്നു.